മസൂദിനെ പൂട്ടാൻ കച്ചമുറുക്കി ഇന്ത്യ ഇറങ്ങിയിരിക്കുന്നു. ഇനി പാകിസ്ഥാന് രക്ഷയില്ല. അവസാന തന്ത്രവുമായി ഇന്ത്യ ഇറങ്ങിക്കഴിഞ്ഞു. മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണം. സമയപരിധി നാളെ അവസാനിപ്പിക്കുമ്പോൾ ഇന്ത്യ പിടിമുറുക്കുകയാണ്. പിന്തുണ ഉറപ്പിക്കാൻ ഇന്ത്യയും ഒപ്പം ആശങ്കയോടെ പാകിസ്ഥാനുമുണ്ട്. അതാണ് ഈ മണിക്കൂറിലെ പ്രധാന വാർത്ത. ജെയ്ഷെ മുഹമ്മദ് തലവനായ മസൂദ് അസറിനെ ആഗോള ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള സമയപരിധി നാളെ അവസാനിക്കാനിരിക്കെ ലോകരാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പിക്കാൻ ഇന്ത്യ ശ്രമിക്കുകയാണ്. അമേരിക്ക, UAE, സൗദി, തുർക്കി എന്നീ രാജ്യങ്ങളുടെ പിന്തുണയാണ് ഇന്ത്യ തേടിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലാകും ഇത് സംബന്ധിച്ചുള്ള പ്രമേയം ചർച്ച ചെയ്യുക. വിദേശകാര്യ സെക്രട്ടറി വിജയ് ഖോഖലെ US വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംപിയോവുമായി വാഷിംഗ്ടണിൽ ചർച്ച നടത്തിക്കഴിഞ്ഞു. സൗദി മന്ത്രി ആദേൽ അൽ ജുബൈറുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് എന്നിവരും ചർച്ച നടത്തിയിരുന്നു. UAE കിരീടാവകാശി ഷെയ്ഖ് ബിൻ സായിദ് അൽ നഹ്യാനുമായും തുർക്കി പ്രസിഡന്റ് എർദോഗനുമായും നരേന്ദ്രമോദി ഫോണിൽ ചർച്ച നടത്തി. ഫ്രാൻസും റഷ്യയും നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഇന്ത്യക്കൊപ്പം എന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. മാത്രമല്ല US-ഉം UK-യും ഫ്രാൻസും ഇത് സംബന്ധിച്ച ആവശ്യം നേരത്തെ ഐക്യരാഷ്ട്ര സഭാ കൗൺസിലിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. 2017 ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും പിന്തുണയോടെ അമേരിക്ക മസൂദ് അസറിനും ജെയ്ഷെ മുഹമ്മദിനുമെതിരെ പ്രമേയം കൊണ്ടുവന്നിരുന്നു. ചൈനയായിരുന്നു അന്നും നീക്കങ്ങൾ തടഞ്ഞത്. രക്ഷാസമിതി അംഗങ്ങൾക്കിടയിൽ പൊതുധാരണ ഉണ്ടാകാത്തതിനാലാണ് ഭീകരനെതിരായ നീക്കത്തെ എതിർക്കുന്നതെന്നാണ് ചൈന പലപ്പോഴായി വിശദീകരിച്ചത്. എന്നാൽ പാകിസ്ഥാന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ലോകരാഷ്ട്രങ്ങളുടെ ഈ നീക്കങ്ങളെ ചൈന എതിർക്കുന്നതെന്നത് പകൽ പോലെ എല്ലാവർക്കും വ്യക്തമാണ്. എന്നാൽ ഈ സാഹചര്യത്തിലാണ് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഇന്ത്യക്കൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്നത്. പുൽവാമ ഭീകരാക്രമണം നിന്ദ്യവും ഭീരുത്വപരവുമെന്ന ഐക്യരാഷ്ട്ര സംഘടന പ്രസ്താവന ഇറക്കിയതും ചൈനയുടെ എതിർപ്പ് മറികടന്നാണെന്നുള്ളത് ശ്രദ്ധേയമാണ്. രാജ്യാന്തര തലത്തിൽ സമ്മർദ്ദം ശക്തമാകുന്നത് ഇന്ത്യയുടെ വലിയ നയതന്ത്ര വിജയമായാണ് കാണുന്നത്. മസൂദ് അസറിനെ ആഗോള ഭീകരരുടെ പട്ടികയിൽപ്പെടുത്തിയാൽ അന്താരാഷ്ട്ര യാത്രാ വിലക്കുകൾ, സ്വത്തുകൾ മരവിപ്പിക്കുക തുടങ്ങിയ ഗുരുതരമായ പ്രതിസന്ധികൾ അസറിന് നേരിടേണ്ടതായി വരും. പിന്നെ ജെയ്ഷെ മുഹമ്മദിനും അസറിനും പിടിച്ചു നിൽക്കാനാകില്ലെന്ന് ഉറപ്പ്. 15 രാജ്യങ്ങളുടെ സുരക്ഷാ കൗൺസിലുകൾ കരിമ്പട്ടികയിൽപ്പെടുത്തിയുള്ള ഭീകര സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ്. ആ ജെയ്ഷെ മുഹമ്മദിനെ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ടാർഗറ്റ് ചെയ്യുമ്പോൾ പാകിസ്ഥാന് മുന്നിൽ ഇനി അടിപതറും എന്നുള്ളത് ഉറപ്പാണ്. ജെയ്ഷെ താവളങ്ങളിൽ ഇനി ഒളിച്ചിരിക്കാൻ ആർക്കും സാധിക്കില്ല. മസൂദ് അസറിനെ പോലെയുള്ള ആഗോള ഭീകരന്മാരെ കരിമ്പട്ടികയിൽപ്പെടുത്താനുള്ള സമ്മർദ്ദവുമായി ഇന്ത്യ മുന്നോട്ട് തന്നെ പോകും. ഏതായാലും മസൂദിനെ പൂട്ടാൻ ഉറച്ചു തന്നെയാണ് ഇന്ത്യ. കച്ചമുറുക്കി കഴിഞ്ഞു. രക്ഷയില്ല എന്നുള്ള പാകിസ്ഥാന്റെ നിലവിളിയാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ ലോകം മുഴുവൻ കേൾക്കുന്നതും. അവസാന തന്ത്രവുമായി ഇന്ത്യ ഇറങ്ങുമ്പോൾ, ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇന്ത്യക്ക് പിന്നിൽ അണിനിരക്കുമ്പോൾ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള വാർത്തകൾ തന്നെയായിരിക്കും വരും മണിക്കൂറിൽ വരുന്നതും. ഏതായാലും സമയപരിധി നാളെ അവസാനിക്കുകയാണ്. പിന്തുണ ഉറപ്പിക്കാൻ ഇന്ത്യ ഇറങ്ങുമ്പോൾ ആശങ്ക പാകിസ്ഥാന് കാര്യമായുണ്ട്. ജെയ്ഷെ മുഹമ്മദ് തലവനായ മസൂദ് അസറിനെ ആഗോള ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള സമയപരിധി നാളെ അവസാനിക്കാനിരിക്കെ ലോകരാജ്യങ്ങൾ ഈ കാര്യത്തിൽ ഇന്ത്യക്കൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് ഇതുവരെയുള്ള വിലയിരുത്തലുകൾ.